എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്ക് പരോക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. കെ കരുണാകരന് വികസനം വെറും പ്രചാരണായുധം മാത്രമായിരുന്നില്ല, ഉദ്യോഗസ്ഥരെ അഴിച്ചുവിട്ടിട്ടില്ല, സകലരോടും സമഭാവന കാട്ടി, പ്രവർത്തന ശൈലി മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി. ചാരക്കേസിൽ കരുണാകരനെ വീഴ്ത്തിയതിന് മാപ്പ് പറഞ്ഞ് ചെറിയാൻ ഫിലിപ്പ്. വിദ്വേഷ പ്രസംഗ കേസിൽ വെള്ളാപ്പള്ളിക്ക് മുൻകൂർ ജാമ്യം. 10 മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. വിദ്വേഷ പ്രസംഗമാണെന്ന് വിലയിരുത്താൻ കോടതി തയ്യാറായില്ല. അകത്താക്കാൻ സർക്കാർ പരമാവധി നോക്കിയെന്ന് വെള്ളാപ്പള്ളി. മൂന്നാർ ഒഴിപ്പിക്കൽ കേസിലെ സർക്കാരിന്റെ റിവിഷൻ ഹർജി തള്ളി. പൊളിച്ച 3 റിസോർട്ടുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് വിധി ശരിവെച്ചു. ഭൂമി തിരിച്ചെടുക്കുന്നതിന് നിയമാനുസൃതമായ നടപടിയാകാമെന്ന് കോടതി. മദ്യനയം തിരുത്തണമെന്ന് കെ അച്യുതൻ MLA. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. സ്ത്രീകളുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല, സ്വന്തം മണ്ഡലത്തിന്റെ താൽപര്യമെന്ന് ജോസഫ് വാഴക്കൻ. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ വീണ്ടും അട്ടിമറി. നിലം എന്ന വാക്കിന്റെ വിവക്ഷയിൽ തിരിമറി. കൂടുതൽ വയലുകൾ നികത്താൻ സഹായിക്കുമെന്ന ആക്ഷേപം. 2008 ഓഗസ്റ്റിന് മുൻപുള്ള നികത്തലുകൾ നിശ്ചിത തുക വാങ്ങി ക്രമപ്പെടുത്താം. വിശദമായി. കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അട്ടിമറിച്ചതിൽ മാപ്പ് പറഞ്ഞ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അട്ടിമറിയിൽ പങ്കാളിയാകേണ്ടി വന്നതിനാലാണ് മാപ്പപേക്ഷ. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കെ കരുണാകരനെ ചാരനായും ജനദ്രോഹിയായും ചിത്രീകരിച്ചവർക്ക് മനസ്താപമുണ്ടാകണം. കരുണാകരന്റെ പക്ഷത്തുള്ള 7 MLA-മാരെ കൂറുമാറ്റിയതിന് പിന്നിൽ നീച പ്രവർത്തികളായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. 1995 കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അട്ടിമറിച്ച ഹീനപ്രവൃത്തിയിൽ പങ്കാളിയാകേണ്ടി വന്നതിൽ പരസ്യമായി മാപ്പപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. 20 വർഷം കഴിഞ്ഞിട്ടും ഈ അപരാധത്തിൽ കുറ്റബോധം വേട്ടയാടുന്നതുകൊണ്ടാണ് ക്ഷമാപണമെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കെ കരുണാകരനെ ചാരനായും രാജ്യദ്രോഹിയായും ചിത്രീകരിച്ച് എ ഗ്രൂപ്പ് ജനമധ്യത്തിൽ താറടിച്ചെന്ന ആരോപണവും ചെറിയാൻ ഫിലിപ്പ് ഉയർത്തുന്നുണ്ട്. കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ട് നാടുനീളെ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചവർക്ക് ഇപ്പോഴെങ്കിലും മനസ്താപം ഉണ്ടാകേണ്ടതാണ്. കരുണാകരപക്ഷത്തുണ്ടായിരുന്ന 7 MLA-മാരെ അടർത്തിയെടുത്ത് നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ കുതിരക്കച്ചവടം നടന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിക്കുന്നു. കുതിരക്കച്ചവടം അധാർമികവും നീചവുമായിരുന്നെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അന്ന് എ ഗ്രൂപ്പിന്റെ നേതാവായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയാണ് ചെറിയാൻ ഫിലിപ്പ് ലക്ഷ്യമിടുന്നതെങ്കിലും അക്കാര്യം തുറന്നു പറയുന്നില്ല. കോൺഗ്രസിൽ പല കാലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇതിനൊന്നും എല്ലാവരും മാപ്പ് പറയാൻ നിൽക്കില്ലെന്നുമായിരുന്നു കോൺഗ്രസ് വക്താവ് പന്തളം സുധാകരന്റെ പ്രതികരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒളിയമ്പുമായി രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കെ കരുണാകരന് വികസനം എന്നത് വെറുമൊരു പ്രചരണായുധം മാത്രമായിരുന്നില്ല എന്നും എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കാൻ കരുണാകരന് കഴിഞ്ഞുവെന്നും രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. ലീഡർ നേതൃത്വം നൽകിയ കാലത്ത് കേരളത്തിൽ വർഗീയ ശക്തികൾക്ക് പിടിമുറുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും അനുസ്മരിച്ചു. ലീഡർ കെ കരുണാകരന്റെ 5ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഭരണപാഠങ്ങളെ വാഴ്ത്തിയുള്ള രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഉമ്മൻചാണ്ടിയെ തന്നെയാണ്. വികസനം എന്നത് കരുണാകരന് വെറുമൊരു പ്രചരണായുധമായിരുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. വികസനം ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാകണമെന്ന് ലീഡർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാ വിഭാഗങ്ങൾക്കും ലീഡർ തുല്യനീതി ഉറപ്പുവരുത്തി. ലീഡറുടെ ഓർമ്മകൾക്ക് മുൻപത്തെക്കാളും അധികം പ്രസക്തിയുള്ള കാലഘട്ടമാണിതെന്നും രമേശ് ചെന്നിത്തല അടയാളപ്പെടുത്തുന്നു. ആരെയും അഴിച്ചുവിടാതെ എല്ലാവരെയും നിർത്തേണ്ടിടത്ത് നിർത്തിയ ലീഡർ വരും തലമുറയ്ക്ക് പഠിക്കാനുള്ള ഇതിഹാസ കാവ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ലീഡർ നേതൃത്വം നൽകിയ കാലത്ത് വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ പിടിമുറുക്കാനായില്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരനും അനുസ്മരിച്ചു. കത്ത് വിവാദവും വീക്ഷണത്തിലെ മുഖപ്രസംഗവും സജീവ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ പരോക്ഷ വിമർശനങ്ങളുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തുന്നത് എന്നതും ശ്രദ്ധേയം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്, വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ചെറിയാൻ ഫിലിപ്പ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ജേക്കബ് ജോർജ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ചെറിയാൻ ഫിലിപ്പ്, നാടുനീളെ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചവർക്ക് മനസ്താപം ഉണ്ടാകേണ്ടതാണ് എന്നാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ മനസ്താപത്തിനൊക്കെ സ്ഥാനമുണ്ടോ? തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ധാർമ്മികതയും മൂല്യബോധവും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലകൾ മാത്രമല്ല പല സ്ഥലങ്ങളിലും തെരുവ് യോഗങ്ങൾ നടന്നു. ആ തെരുവ് യോഗത്തിൽ ഒരു കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കന്മാർ, MLA-മാർ ഒക്കെ പങ്കെടുത്ത് കരുണാകരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ബഹുജന പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുത്തത് വിമോചന സമരകാലത്താണെങ്കിൽ എതിരാളികളാണ്. കോൺഗ്രസിലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായി തങ്ങളുടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ജനകീയ പ്രക്ഷോഭണം നടത്തുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതിനെക്കുറിച്ചുള്ള സൂചനയാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് നടത്തിയത്. തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, നമ്മൾ രമേശ് ചെന്നിത്തലയുടെ കത്ത് കണ്ടു, വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം കണ്ടു, ഇന്നിപ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും.
ഐവികാരം ഉണർത്തുക തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് എന്നതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി വിരുദ്ധ വികാരം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യം ഈ ക്യാമ്പയിന് പിന്നിലുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. സത്യത്തിൽ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിക്ക് പ്രതികരിച്ചതും അതുപോലെ രമേശ് ചെന്നിത്തല ചെയ്തതും വീക്ഷണം മുഖപ്രസംഗം എഴുതിയതും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വി.ഡി. സതീശൻ അതുപോലെ അന്തളം സുധാകരൻ അജയ് തറയിൽ ലാലി വിൻസെന്റ് മുതലായവർ പ്രകടിപ്പിച്ചതുമായ വികാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്വാഭാവികമായി തോന്നുന്ന വികാരമാണ്. പ്രത്യേകിച്ച് അഴിമതി പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചത് കക്ഷികളുടെ സമ്മർദ്ദത്തിനും ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസ് പലപ്പോഴും മുട്ടുമടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഏതൊരു കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകൾ പോലും ശ്രീ കെ കരുണാകരനെ ഓർക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ മൺമറഞ്ഞു പോയ നേതാക്കളെ ഓർക്കുക. പക്ഷേ കരുണാകരനെ സ്മരിക്കുന്നതിൽ ആരും കുറ്റം കാണില്ല. കരുണാകരനെ സ്മരിക്കുന്നതിനൊപ്പം ഉമ്മൻചാണ്ടി ഒന്ന് തോണ്ടുക എന്ന ലക്ഷ്യം കൂടി വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗത്തിലുള്ളതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ളവരോട് തുല്യ അടുപ്പവും സൗഹാർദ്ദവുമാണ് കരുണാകരനുള്ളതെങ്കിൽ ചുമലിൽ വിധേയത്വമാണ് ഉമ്മൻചാണ്ടിക്കുള്ളത് എന്ന സൂചന മുഖപ്രസംഗം നൽകുമ്പോൾ കെ കരുണാകരൻ്റെ ആജ്ഞകളെ ധിക്കരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ധൈര്യപ്പെട്ടില്ല എന്ന് നമുക്ക് ജേക്കബ് തോമസുമായി ചേർത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. അത് ശരിയാണ്. എനിക്ക് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വികാരം പെട്ടെന്ന് ശക്തമായതെന്ന് ചോദിച്ചാൽ ഞാൻ അതാ പറയാൻ വന്നത്. കരുണാകരന്റെ കാലത്ത് വിവേചനം ഉണ്ടായിരുന്നില്ല, സൗഹാർദ്ദമാണ് നിലനിന്നത് എന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ ചില പ്രബല സമുദായങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് പക്ഷപാതം ആരോപിക്കുമ്പോഴാണ്. ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ തലയിൽ കയറി നിറങ്ങുന്നത് കാണുമ്പോഴാണ് കരുണാകരന്റെ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നത്. ഏതുപോലെ വെച്ചാൽ മൻമോഹൻ സിംഗിനെ പോലെ വളരെ ദുർബലനായിട്ട് പ്രധാനമന്ത്രി ഭരിച്ചിരുന്നപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇന്ദിരാഗാന്ധി ആയിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇന്ദിരാജിയുടെ കാലത്ത് ഇങ്ങനെയല്ലോ കാര്യങ്ങൾ നടക്കുന്നത്, അന്ന് പ്രധാനമന്ത്രി ആയിരുന്നല്ലോ എന്ന് എല്ലാവരും ആത്മഹത്യ ചെയ്തില്ലേ? എല്ലാവരും ഇന്ദിരാഗാന്ധി ഓർക്കും. കാരണം മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദേവഗൌഡയെ പോലൊരു ആളിരിക്കുമ്പോൾ ആളുകൾ ഓർമ്മിക്കും ഇന്ദിരാഗാന്ധി. ശ്രീ ജേക്കബ് ജോർജ്, ഒരുപക്ഷെ ചെറിയാൻ ഫിലിപ്പിനെ പോലെ തന്നെ വളരെ നേരിട്ട് അടുത്തുനിന്ന് കണ്ട ആളാണ്, ഒരു മാധ്യമപ്രവർത്തകനാണ് എങ്കിൽ തന്നെയും താങ്കൾ ഇന്ത്യ ടുഡേയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിരുന്നു അന്ന് ജേക്കബ് ജോർജ് എന്നാണ് എൻ്റെ ഓർമ്മ. ശ്രീ ജേക്കബ് ജോർജ്, ഈ പറയുന്ന 7 MLA-മാരെയൊക്കെ ഇങ്ങനെ അധാർമികമായ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ നീചമായ പ്രവർത്തനത്തിലൂടെ അടർത്തിയെടുത്ത് കൊണ്ടുവരേണ്ട സാഹചര്യമൊക്കെ ആയിരുന്നു അന്ന്. കരുണാകരൻ അന്ന് ജനവിരുദ്ധനായിരുന്നു ചിലരുടെ കണ്ണിൽ. അത് പൊതുവായ ഒരു വികാരമാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. സ്വാഭാവികമായും അവരെ അടർത്തിയെടുക്കേണ്ട കാര്യമില്ല, അടർന്നു വന്നോളും. എനിക്ക് വളരെ കൗതുകമുയർത്തുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ചെറിയാൻ ഫിലിപ്പിനോട് അധർമ്മത്തെക്കുറിച്ച് ചോദിക്കുന്നു. നികേഷ് തന്നെ മുഖ്യമന്ത്രി ആയിട്ട് വരേണ്ടത് ഉമ്മൻചാണ്ടി ആയിരുന്നില്ലേ, ആന്റണി അല്ലല്ലോ എന്ന് പറയുന്നു. ഞാൻ അതിന്റെ ഒരു അധർമ്മത്തെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. അന്ന് പാർട്ടിൽവാദികളെ കൂട്ടുപിടിച്ച് ആന്റണി പക്ഷം കരുണാകരനെ താഴെയിടാൻ ആ ഘട്ടം എത്തിയതാണ്. അപ്പോഴാണ് കരുണാകരൻ നരസിംഹറാവുവിനോട് പറഞ്ഞിട്ട് AK ആന്റണിയെ സിവിൽ സപ്ലൈസ് മന്ത്രിയാക്കിയത് കേന്ദ്രത്തില്. ആ സമയത്ത് PJ കുര്യന്റെ ഡൽഹിയിലുള്ള വീട്ടിൽ ഒരു ആലോചന ചേർന്നു. അപ്പം കരുണാകരനെ താഴ്ത്തിയിടാൻ വേണ്ടി ആന്റണി പക്ഷം മുന്നോട്ട് പോകുന്നു, ഉമ്മൻചാണ്ടി മുന്നിൽ നിൽക്കുന്നു. അപ്പോഴ് സ്വാഭാവികമായിട്ടും അത് ശരി. അപ്പോൾ ആന്റണി ആ യോഗത്തിൽ പറയുന്നു, ശരി എന്താണ് അടുത്ത പരിപാടി? അപ്പോൾ ശരി, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. ആന്റണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. അതിങ്ങനെ ചർച്ചകൾ വീണ്ടും തുടർന്നു. അവസാനം വീണ്ടും ആരോട് ചോദിച്ചു, ആരായിരിക്കും അടുത്ത പരിപാടി, എന്താ നമ്മുടെ പരിപാടി എന്താ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്താ ഉമ്മൻചാണ്ടി അല്ലേ നമ്മുടെ മുഖ്യമന്ത്രി, ആന്റണി അപ്പോൾ കേന്ദ്രത്തിൽ മന്ത്രിയുമാണല്ലോ. ശ്രീമതി ലാലി വിൻസെന്റ്, ഇവിടെ നാടുനീളെ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചവർക്ക് ഇപ്പോഴെങ്കിലും മനസ്താപം ഉണ്ടാകേണ്ടതാണ് എന്ന് പഴയ A ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളോടാണ് ഇപ്പോൾ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, അന്ന് 7 MLA-മാരുടെ പേരിൽ നടന്ന കുതിരക്കച്ചവടം അധാർമികവും നീചവുമായിരുന്നു എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. എന്താണ് ഈ അധാർമികവും നീചവുമായ പ്രവർത്തനങ്ങൾ എന്ന് ഒന്നോർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ഓർമ്മയിൽ കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ തന്നെയുള്ള ഒരു അധാർമികവും നീചവുമായ ഒന്ന് എന്ന് പറയാൻ കഴിയുന്നത് ISRO ചാരക്കേസായിരുന്നു. കെ കരുണാകരനെ പോലെ രാജഭക്തിയുള്ള ദേശസ്നേഹമുള്ള ഒരു വ്യക്തിയുടെ ചാരപ്രവർത്തനം ആരോപിച്ച് ഈ പറയുന്ന അധാർമികവും നീചവുമായ ക്യാമ്പയിൻ തുടങ്ങിവെച്ചത് A ഗ്രൂപ്പുകാരായിരുന്നു. ഒരുപക്ഷെ അന്ന് എല്ലാ പത്രമാധ്യമങ്ങളും, ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, പത്രമാധ്യമങ്ങളും അന്ന് ഈ പ്രചരണത്തിനെ വിശ്വസിച്ച്
അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറയുന്ന ഈ അധാർമികവും നീചവുമായ ഗൂഢപ്രവർത്തനം എന്ന് പറയുന്നത് ചാരക്കേസ് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ഉള്ളതായി ശ്രീമതി ലാലി വിൻസെന്റിന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അന്ന് മുതൽ ഇന്ന് വരെ ഈ വിഷയത്തെക്കുറിച്ച് പിന്നാമ്പുറങ്ങളിൽ പലതും പറഞ്ഞു കേൾക്കുന്നു എന്നല്ലാതെ എനിക്ക് നേരിട്ട് ഒന്നും അറിയില്ല. ആ കാലഘട്ടങ്ങളിൽ ഞാൻ 100% വിശ്വസിച്ചിരുന്നു ശ്രീ കെ കരുണാകരൻ ഒരിക്കലും ചാരക്കേസിൽ ഒരു വിധത്തിലും ബന്ധപ്പെടുന്ന ആളാവുകയില്ല എന്ന്. ശ്രീ കെ വി തോമസിനെയും അതേപോലെ തന്നെയുള്ള കേസിൽ ഉൾപ്പെടുത്തിയ കാലത്തും ഞാൻ വിശ്വസിച്ചിരുന്നു ശ്രീ കെ വി തോമസ് അത്തരം തെറ്റുകൾ ചെയ്യുകയില്ല എന്ന്. എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തിപരമായി തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു നിമിഷത്തിൽ പോലും ബഹുമാനപ്പെട്ട ദിവംഗതനായ ലീഡറെ സംശയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ ആത്മവിലാപം പോലെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ലീഡർ കെ കരുണാകരൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അതിനേക്കാൾ കൂടുതൽ അവകാശപ്പെടാൻ കഴിയും. അദ്ദേഹം സ്വർഗസ്ഥനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മരണത്തിന് ശേഷമുള്ള ഏറ്റുപറച്ചിൽ മാത്രമല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയാൻ ഫിലിപ്പ് മനസ്താപം നടത്തിയിരുന്നു. അദ്ദേഹത്തുമായി അടുത്ത ബന്ധം അവസാന ഘട്ടത്തിൽ പുലർത്താൻ ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ കെ കരുണാകരൻ്റെ വീട്ടിൽ അവസാന കാലത്ത് പോകുന്ന ഏക കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന കോൺഗ്രസ്സുകാരിൽ ഒരാളെങ്കിലുമായിരുന്നു ചെറിയാൻ ഫിലിപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ശ്രീമതി ലാലി വിൻസെന്റ്, ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നടക്കാത്ത, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നടക്കാത്ത നീച പ്രവർത്തനങ്ങൾ, ഗൂഢപ്രവർത്തനങ്ങൾ കെ കരുണാകരനോട് കോൺഗ്രസ്സുകാർ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ വിലയിരുത്താനാകുമോ? അല്ല, അങ്ങനെ ഒരു ആത്മപരിശോധന പലർക്കുമുണ്ട്. ചാരക്കേസിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാ ആളുകളും കുറ്റവിമുക്തരാവുകയും എല്ലാവരെക്കുറിച്ചും കോടതി അഭിനന്ദനാർഹമായ രീതിയിൽ തന്നെ വിധികൾ പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സംശയിച്ചിരുന്ന പൊതുജനം ഉൾപ്പെടെ എല്ലാവരും മനസ്തപിക്കുകയും ബഹുമാനപ്പെട്ട ലീഡറെ അത്തരത്തിൽ സംശയിക്കുകയും ചെയ്തതിന് മനസ്സിലെങ്കിലും ലീഡറോട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടാവും. ലീഡർ ഒരിക്കലും അത്തരം ആരോപണങ്ങൾക്ക് വിധേയനാവാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. ശ്രീമതി ലാലി വിൻസെന്റ്, കോൺഗ്രസിന്റെ ഇരുണ്ട കാലഘട്ടമായി കരുണാകരനെതിരായ എതിർ ഗ്രൂപ്പ് പ്രവർത്തനത്തെ കാണാമോ? ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെക്കാൾ ഏറെ എനിക്ക് തോന്നിയത് അധികാര പ്രമത്തതയ്ക്ക് വേണ്ടിയുള്ള ഒരു വടംവലിയായിരുന്നില്ലേ അത് ഈ പവർ രാഷ്ട്രീയം അത് എപ്പോഴും ഉള്ളതാണ്. അത് ജനാധിപത്യമാണെങ്കിലും രാജാധിപത്യമാണെങ്കിലും മറ്റേതെങ്കിലും ഇസങ്ങളാണെങ്കിലും അധികാര ആധിപത്യത്തോടുള്ള നമ്മുടെ അളവില്ലാത്ത പ്രമത്തതയ്ക്ക് ഇത്തരം ചതിപ്രയോഗങ്ങൾ. ശ്രീ ജയശങ്കർ, കരുണാകരനെ ഇറക്കി മുഖ്യമന്ത്രിയാകാൻ അന്ന് ഉമ്മൻചാണ്ടി നടത്തിയ ശ്രമങ്ങൾ, പക്ഷേ പ്രത്യേക വിമാനത്തിൽ വന്ന് മുഖ്യമന്ത്രി പദമെടുത്തത് എ.കെ. ആന്റണി. മഹാരഥനായ കരുണാകരനെ ഇറക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി പദം തൊട്ടടുത്തെത്താൻ. പക്ഷേ അതിനു മുമ്പ് തൻ്റെ മുന്നിലേക്ക് അത് വരുന്നതിന് മുമ്പ് എ.കെ. ആന്റണി എടുത്തു കൊത്തുകൊണ്ടുപോയി. വീണ്ടും എ.കെ. ആന്റണിയെ ഇറക്കിയതും ഇതേ ഉമ്മൻചാണ്ടി എന്നാണ്. ഒരുപക്ഷെ നമ്മൾ ഈ വിലയിരുത്തലുകളെല്ലാം നടത്തുമ്പോൾ പൊളിറ്റീഷ്യൻ ഓഫ് കഴിഞ്ഞ ഒരു 50 വർഷത്തെ രാഷ്ട്രീയക്കാരിൽ ഒരു രാഷ്ട്രീയക്കാരനെ തിരഞ്ഞെടുക്കാൻ ഈ ഡിസംബറിൽ താങ്കളോട് ആവശ്യപ്പെട്ടാൽ അത് ഉമ്മൻചാണ്ടി ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. ഉമ്മൻചാണ്ടി അത്രയും ഒരു പ്രാഗൽഭ്യമുള്ള നേതാവാണെന്ന് എനിക്കിപ്പോൾ അഭിപ്രായമില്ല. ശ്രീ കെ കരുണാകരനേക്കാളും ശ്രീ എ.കെ. ആന്റണിയേക്കാളും താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയക്കാരൻ മാത്രമാണ് ഉമ്മൻചാണ്ടി. അത് പോട്ടെ, ഇവിടുത്തെ പ്രശ്നമല്ല. ഉമ്മൻചാണ്ടിയാണ് ശ്രീ കെ കരുണാകരനെ താഴെ ഇറക്കിയതും എ.കെ. ആന്റണിയെ ഡൽഹിക്ക് അയച്ചതും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. പക്ഷേ ഈ ഉപജാപങ്ങൾക്കെല്ലാം ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മുൾക്കിരീടം അദ്ദേഹത്തെ ഏത് രീതിയിലാണ് തിരിഞ്ഞു കുത്തുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് മുൾക്കിരീടമല്ലല്ലോ ഇത്. 7.5 കൊല്ലക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞത് എ.കെ. ആന്റണിയെ താഴെ ഇറക്കി, അതിനു മുമ്പ് കെ കരുണാകരനെ താഴെ ഇറക്കി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അതിനു മുമ്പ് ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ നേരത്തെ ആ 7 MLA-മാരെ അടർത്തിയെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിശദീകരണം എന്നുള്ള നിലയിൽ മറ്റിടങ്ങളിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ 7 MLA-മാരെ ഇറക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ തോതിൽ വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ എ ഗ്രൂപ്പ് മാനേജർമാർക്ക്. നികേഷ്, അതിന്റെ ഓപ്പറേഷൻസ് മുഴുക്കെ നടത്തിയത്
ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായിരുന്നു, സംശയമുള്ള കാര്യമല്ലത്. ഉമ്മൻചാണ്ടി തന്നെയാണ് അതിനുവേണ്ടി അദ്ദേഹം ഇതുപോലെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ കളികളും നടത്താൻ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ് ഉമ്മൻചാണ്ടി. അത് ഞാനൊരു കുറ്റപ്പെടുത്തലായിട്ടല്ല പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പം കരുണാകരന്റേതായ രാഷ്ട്രീയ ചാതുര്യമുണ്ട്. അതേപോലെ ഒരു ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെതായ ചില കഴിവുകളുണ്ട്, നൈപുണ്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ 7 MLA-മാരെ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും മുമ്പ് പ്രധാനമായിട്ട് ചെയ്തത് മുസ്ലിം ലീഗിനെ വശത്താക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെയാണ് ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല നേരിടുന്ന ഒരു ബുദ്ധിമുട്ട്. അന്ന് ആദ്യം മുസ്ലിം ലീഗിനെ കൂടെ നിർത്തി. അപ്പോ കുഞ്ഞാലിക്കുട്ടിക്ക് ആ സമയത്ത് തന്നെയാണ് യാദൃച്ഛികമായിട്ട് കെ കരുണാകരനുമായിട്ട് ദേഷ്യം ശത്രുതയിലാവുകയും കരുണാകരനെ താഴെ ഇറക്കാൻ ഒരു കൈ സഹായം ചോദിച്ചപ്പോൾ പൂർണ്ണ സമ്മതത്തോടു കൂടി കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി സമ്മതിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ. പിന്നീട് കെ എം മണി സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിലേക്ക് വരുന്നത് ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നു. ആർ ബാലകൃഷ്ണപിള്ള അവസാനം കരുണാകരനോട് നിൽക്കാൻ NDP അന്നത്തെ NSS നേതൃത്വം PK നാരായണപ്പണിക്കരും CMP സാക്ഷാൽ MV രാഘവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അതിന്റെ വൈപരീത്യം. പിന്നീടാണ് ഉമ്മൻചാണ്ടി കെ കരുണാകരനെ കുഞ്ഞാലിക്കുട്ടി വെറുത്തു തുടങ്ങിയപ്പോൾ അത് ഉപയോഗിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ പ്രധാനം AK ആന്റണിയുമായി മന്ത്രിസഭാ യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അത് ഏർപ്പാടാക്കിയത് ഉമ്മൻചാണ്ടിയാണോ? അതിന്റെ സൂക്ഷ്മാംശങ്ങളെ എനിക്ക് അത്ര നേരിട്ടറിയില്ല. ചെറിയാൻ ഫിലിപ്പ്, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന 2 അഴിമതി കേസുകളാണ് ISRO ചാരക്കേസും പാം ഓയിൽ കേസും. ഇത് രണ്ടും കെ കരുണാകരനെതിരായിരുന്നു. വന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ MLA ക്വാർട്ടേഴ്സിലെ മുറിയിൽ വെച്ചാണ് എന്നുള്ളത് ഒരുപക്ഷെ ജേക്കബ് ജോർജ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കറിയാം. അതിൽ ശരിയുമുണ്ടാകാം, തെറ്റുമുണ്ടാകാം. പക്ഷേ അതിൻ്റെ ഉത്ഭവം ആര്യാടൻ മുഹമ്മദിൻ്റെ MLA ക്വാർട്ടേഴ്സിലെ മുറിയിൽ നിന്നാണ്. ആരുടെ സൃഷ്ടിയാണ് ഈ അഴിമതി ആരോപണങ്ങൾ? ആർക്കു വേണ്ടിയാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായത്? ആര്യാടൻ മുഹമ്മദിൻ്റെ മുറി ഒരു ഗ്രൂപ്പ് സങ്കേതമായിരുന്നു. തീരുമാനങ്ങളെടുത്തതൊന്നും അവിടെ ആയിരുന്നില്ല. ആര്യാടൻ മുഹമ്മദ് ഒരു രാഷ്ട്രീയ കുതന്ത്രശാലിയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ മുറി ഇരുത്തിക്കൊണ്ട് ആളുകൾ ചർച്ച നടത്തിയിരുന്നു. പക്ഷെ തീരുമാനമൊന്നും ആര്യാടൻ്റെ മുറിയിൽ നിന്നല്ല. അങ്ങനെ ഒരു കുതന്ത്രം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ സുചിന്തിതമായി ചെയ്യാനുള്ള കഴിവൊന്നുമുള്ള ആളല്ല ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദ് അടിസ്ഥാനപരമായി ഒരു ഭീരുവാണ്. അതുകൊണ്ട് ആര്യാടൻ മുഹമ്മദിൻ്റെ പേര് ഇതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ വലിച്ചഴിച്ച് വെച്ചതാണ്. യഥാർത്ഥത്തിൽ തന്ത്രങ്ങൾ നിറഞ്ഞത് വേറെ ആളുകളാണ്. ഞാൻ ആര്യാടൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അന്ന് AK ഡൽഹിയിലായ സമയത്ത് അതിശക്തമായ ഒരു നേതൃവ്യൂഹമുണ്ടായിരുന്നു. അന്ന് A ഗ്രൂപ്പിന് 10-12 പേരടങ്ങിയ ഒരു സംഘമുണ്ടായിരുന്നു. ഞാനും ആ സംഘത്തിലെ അംഗമായിരുന്നു. ഓരോരുത്തരെ ഓരോ പണി ഏൽപ്പിച്ചിരുന്നു. അവരെല്ലാവരും ആ പണികൾ വളരെ സമർത്ഥമായി ചെയ്തു. അങ്ങനെ ഒരു ജോയിന്റ് എഫർട്ടിൻ്റെ ഭാഗമായിട്ടാണ് കരുണാകരൻ അട്ടിമറിക്കപ്പെട്ടത് എന്നാണ് സത്യം. ശ്രീമതി ലാലി വിൻസെന്റ് ഇപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന KPCCയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ. നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി ആരാണോ അധികാരത്തിലിരിക്കുന്നത് ആ അധികാരത്തിലിരിക്കുന്നവരെ താഴെയിറക്കുന്നതിന് വേണ്ടി ഒരു കോക്കസ് ഉണ്ടാക്കുകയും ഓരോരാളുകളെ ഓരോ പണി ഏൽപ്പിക്കുകയും മാധ്യമങ്ങളെ ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന മികവുറ്റ പ്രവർത്തനം രാഷ്ട്രീയത്തിൽ ചെയ്തയാളാണ്. അപ്പോഴാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു കത്ത് എന്ന നിലയിൽ ഒരു ഡോക്യുമെൻ്റ് പടർത്തി അതിന്മേലൊരു ഡിസ്കഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയാണോ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് ആ ആളാണ് ഈ പരിപാടികളൊക്കെ കണ്ടുപിടിച്ചയാൾ. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർത്തും പോരാ, ഇനിയുമേറെ മുന്നേറാനുണ്ട് എന്ന് ഈ ഗ്രൂപ്പുകാർക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു കുതന്ത്രങ്ങളൊന്നും ചെയ്ത് ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാമെന്ന് രാജ്യസ്നേഹമുള്ള പാർട്ടി സ്നേഹമുള്ള ആരും ചിന്തിക്കയില്ല. രാഷ്ട്രീയ കുതന്ത്രങ്ങൾ എന്ന് പറയുന്നതും ശരിയല്ല. രാഷ്ട്രീയ ആലോചനകൾ, രാഷ്ട്രീയ നീക്കുപോക്കുകൾ, രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ എനിക്കറിയില്ല. ശ്രീമതി ലാലി വിൻസെന്റ്, കരുണാകരൻ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി. AK ആന്റണിക്കും കിട്ടി 2ലേറെ തവണ മുഖ്യമന്ത്രി പദം. ഇതാ ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കും കിട്ടിയിരിക്കുന്നു 2 തവണ. കോൺഗ്രസ്സിൽ അങ്ങനെയുണ്ടോ? ഓരോരുത്തരും മാറിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല, പകരം അട്ടിമറിക്കുക എന്നത് മാത്രമാണ് ഏക പോംവഴി.
എന്ന് കണ്ടെത്തിയ ഉമ്മൻചാണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയതായി ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കേണ്ടി വരും, ഇറക്കേണ്ടി വരും, ബലമായിട്ടാണെങ്കിൽ ബലമായി. അതിലെ ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനായി ഇരുന്നു കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാവനകളും ഒക്കെ അദ്ദേഹം പറയുന്നതിൻ്റെ സത്യസന്ധതയെ ചെറിയാൻ ഫിലിപ്പ് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ചെറിയാൻ ഫിലിപ്പ് ഈ പറയുന്ന വിധത്തിൽ അധാർമികവും നീചവും എന്നൊക്കെയുള്ള വളരെ പൊതു പ്രസ്താവനകൾ നടത്തുന്നു എന്നല്ലാതെ എന്താണ് നടന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നില്ല. കേരള ശബ്ദത്തിൽ എഴുതുന്ന ആത്മകഥയിൽ പോലും ചെറിയാൻ ഫിലിപ്പ് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് പോകുന്നില്ല എന്ന പരാതിയാണ് നമ്മളെപ്പോലുള്ള വായനക്കാർക്കുള്ളത്. അല്ല, അദ്ദേഹത്തിനും അതിൻ്റെ അകത്തളങ്ങളിലേക്ക് പോകാൻ കഴിയുമോ? അപ്രിയമായ ധാരാളം സത്യങ്ങൾ, മൺമറിഞ്ഞു പോയ സത്യങ്ങൾ, പൊതുജനങ്ങളോട് പറയാൻ പാടില്ലാത്ത സത്യങ്ങൾ വീണ്ടും പറഞ്ഞ് വിഴുപ്പലക്കി സ്വന്തം പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കേണ്ട എന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയില്ല. കഴിഞ്ഞുപോയ അത് താങ്കൾക്ക് പറയാൻ കഴിയാത്തത് പലപ്പോഴും അതും തന്നെ ക്രിമിനൽ കുറ്റങ്ങളായി വിലയിരുത്തപ്പെടും, അല്ലെങ്കിൽ ആദർശത്തിൻ്റെ മുഖംമൂടിയുള്ള നേതാക്കളിൽ ഒരാളാണല്ലോ താങ്കൾ. ആ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്ന ഭയത്താലാണ്. താങ്കൾ ഒരു ഘട്ടത്തിൽ എഴുതിപ്പോയൊരു കാര്യമുണ്ടല്ലോ, ബ്ലൗസ് ഇടാതെ പ്രതിഷേധിക്കുന്ന യുവ കോൺഗ്രസ്സുകാരികളെക്കുറിച്ച്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോവുക എന്നല്ലാതെ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കാൻ താങ്കൾക്കുമാവില്ല. അതുകൊണ്ടാണ് വലിയ ഇടനാഴികളിലൊന്നും താങ്കൾ ചുറ്റിക്കറങ്ങാത്തത് ഇപ്പോൾ ഓർമ്മകളുടെ. അതല്ല കാരണം. അന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിലിട്ടത് വൈകാരികമായി പെട്ടെന്ന് തോന്നിയ ഒരു ഫലിതമാണ്. ആ ഫലിതം കത്തിപ്പിടർന്ന് വന്നപ്പോൾ സ്ത്രീകളെല്ലാവരും കൂടി ചേർന്നിട്ട് ഞാനെന്തോ വലിയ ക്രൂരകൃത്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ ഖേദം പഠിപ്പിച്ചു. അത് എൻ്റെ മര്യാദ. അത് ഖേദം പഠിപ്പിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിതപരിശോധന നടത്തിയാൽ ഭൂരിപക്ഷം ആളുകൾ എന്നോട് പറഞ്ഞത് പാടില്ലായിരുന്നു എന്നാണ്. പക്ഷെ അതല്ല, നമുക്ക് പൊതുജീവിതത്തിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ചില നിയന്ത്രണം വേണമെന്നുള്ള സത്യമാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കഴിഞ്ഞ് പോകാൻ പാടില്ല. ഒരു ഉദാഹരണം തന്നെ പറയാം. നിങ്ങളുടെ പിതാവ് എം വി രാഘവൻ മരിച്ചപ്പോൾ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം എം വി രാഘവനെ കുറിച്ച് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. അപ്പം ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങളൊരു കാലഘട്ടത്തിൽ വളരെ അടുത്ത ആളുകളായിരുന്നു, അത് കഴിഞ്ഞ് അകന്നു. അത് അകന്ന ശേഷം രാഷ്ട്രീയമായി പല കാര്യത്തിലും എതിർപ്പുണ്ടായി, പരസ്പരം ശത്രുക്കളെ പോരാടി. പക്ഷേ അദ്ദേഹം ആത്മകഥ എഴുതിയപ്പോൾ ഈ ജന്മം എന്ന് പറയുന്ന ആത്മകഥ എഴുതിയപ്പോൾ പാർട്ടിയുടെ ഒരു രഹസ്യം പോലും അദ്ദേഹം പുറത്തു പറഞ്ഞില്ല. അതാണ് മര്യാദ, അതാണ് മാന്യത. അവിടെയാണ് എം വി രാഘവന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്നിട്ട് ചെറിയാൻ ഫിലിപ്പ് എഴുതുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള കാര്യങ്ങളെല്ലാം ചെറിയാൻ അറിയാം, പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് നല്ലതല്ല, മര്യാദയല്ല. ചെറിയാൻ ഫിലിപ്പിന് കേരളത്തിലെ സമൂഹത്തിൽ ഒരു വിശുദ്ധിയുണ്ട്, ആ വിശുദ്ധി നഷ്ടപ്പെടാനേ ഇടയാകുള്ളൂ. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയമായി പറയാം, പക്ഷേ വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ആത്മകഥ പോകരുത് എന്ന് ശ്രീ പിണറായി വിജയനാണ് എന്നെ ഉപദേശിച്ചത്. എഡിറ്റേഴ്സ് വാർത്ത തുടരുന്നു. ശ്രീമതി ലാലി വിൻസെന്റ് ഇന്നലെ വീക്ഷണം മുഖപ്രസംഗം വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാ വിഭാഗങ്ങളെയും സമഭാവനയിൽ കണ്ട് തുല്യനീതി ഉറപ്പുവരുത്താൻ കെ കരുണാകരന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയിൽ സാമുദായിക പ്രീണനം നടത്തുന്ന ഒരു നേതൃത്വമാണ് UDF ഉള്ളത് എന്ന ആ പ്രതിച്ഛായ മാറ്റി അക്കാര്യത്തിൽ തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാ, ശസ്ത്രക്രിയ തന്നെ വേണം എന്ന രമേശ് ചെന്നിത്തലയുടെ സന്ദേശം യഥാർത്ഥത്തിൽ നിങ്ങൾ കാണേണ്ടത് നേതൃമാറ്റം കേരളത്തിൽ UDF ആവശ്യമാണ് എന്ന് തന്നെയല്ലേ? അത് തന്നെയല്ലേ വീക്ഷണം പറയുന്നത്? അത് തന്നെയല്ലേ രമേശ് ചെന്നിത്തല ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ആ വികാരം ആളിക്കത്തിക്കാനല്ലേ ചെറിയാൻ ഫിലിപ്പ് ശ്രമിക്കുന്നത്? അല്ല, ഇത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇന്ന് പറഞ്ഞത് ലീഡറോട് തോന്നിയ ബഹുമാനത്തിൻ്റെയും മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നിയ കുറ്റബോധത്തിൻ്റെയും ഒക്കെ പ്രതിഫലനമായി ഞാൻ കാണുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷ സഹയാത്രികനായ അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായ്വോടുകൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ്സിന് ഒരടി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. ഞാനും ഇന്ന് ലീഡറെക്കുറിച്ചുള്ള അനുസ്മരണ സമ്മേളനത്തിൽ വൈറ്റിലയിൽ പറഞ്ഞതും ഇത് തന്നെയാണ്. പേര് പോലെ തന്നെ കരുണാകരനായിരുന്നു. ദ്രോഹിച്ചവരോട്, പിന്നിൽ നിന്ന് കുത്തിയവരോട്, അപമാനിച്ചവരോട് എങ്ങനെയെല്ലാം പീഡനങ്ങൾ നൽകിയിട്ടുണ്ടോ അവരോട് ഒന്നും വൈരാഗ്യം കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് ശ്രീ കെ കരുണാകരൻ്റെ പ്രത്യേകത. അവസാന കാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകേണ്ട സാഹചര്യം പോലും ഉണ്ടായത്
അന്നത്തെ പാർട്ടിക്കകത്ത് നിന്നുണ്ടായ തൊഴുത്തിൽ കുത്തുകളും ദ്രോഹങ്ങളും തന്നെയായിരുന്നു എന്നറിയാത്ത ആരാണുള്ളത്? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പോലും മരണകാലത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്നും കോൺഗ്രസ് പാർട്ടിയിലെ അംഗമായി ഇരുന്നു കൊണ്ട് തന്നെ മരിക്കണമെന്നും ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആത്മാർപ്പണം അതായിരുന്നു എന്നും എല്ലാവരെയും സ്പർശിച്ചിട്ടുള്ളത്. അന്ന് യഥാർത്ഥത്തിൽ കെ കരുണാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനുള്ള കാരണം കെ കരുണാകരന്റെ തെറ്റുകളായിരുന്നില്ല, മറിച്ച് പാർട്ടിയിലുള്ളവരുടെ തൊഴുത്തിൽ കുത്തായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ളവരുടെ ഗൂഢപ്രവർത്തനങ്ങളായിരുന്നു. ഞാൻ അങ്ങനെയാണ് അന്നും കരുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് പീഡിപ്പിച്ചു. പക്ഷേ പിന്നീടുള്ള കാലങ്ങൾ കാണുക, മിക്ക രാഷ്ട്രീയ നേതാക്കളും അവരുടെ മക്കളെ രംഗത്തിറക്കിയില്ലേ? പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ ഇന്ന് മന്ത്രിമാരായി ഇരിക്കുന്നില്ലേ? അപ്പോൾ കെ കരുണാകരനെ പീഡിപ്പിച്ച അതേ കാരണം പറഞ്ഞ് ദ്രോഹിച്ച അതേ ആളുകൾ തന്നെ പിന്നീട് തൻ്റെ പിൻതലമുറയിലുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ ഇറക്കുകയും മന്ത്രിമാരാക്കുകയും ചിലർ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കെ കരുണാകരനെ കുത്തി പറഞ്ഞ പല തെറ്റുകളും, അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് പറഞ്ഞ പല കാരണങ്ങളും പിന്നീട് പല നേതാക്കന്മാരും അവരുടെ ശരികളാക്കി മാറ്റുന്ന ചില ഘടകകക്ഷി മന്ത്രിമാരെ പെട്ടെന്ന് ഓർമ്മ വരുന്നു. അന്ന് കെ മാണിയും ആർ ബാലകൃഷ്ണപിള്ളയും ടി എം ജേക്കബും ഒക്കെ ആയിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഘടകകക്ഷി മന്ത്രിമാർ. കരുണാകരൻ സ്വന്തം മക്കളെ രാഷ്ട്രീയത്തിലിറക്കുന്നു എന്ന കാരണം പറഞ്ഞ് കരുണാകരനെതിരെ നേതൃമാറ്റ വിഷയം ഉയർത്തിയത്. ഈ കെ മാണിയുടെയും ആർ ബാലകൃഷ്ണപിള്ളയുടെയും ജേക്കബിൻ്റെയും ഒക്കെ തന്നെയും മക്കൾ ഇന്ന് മന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നവരോ ഒക്കെയാണ്. കോൺഗ്രസിലെ ആരാണ് അങ്ങനെ ഓർമ്മ വരുന്നത് പേരുകൾ? ഞാൻ പൊതുവായി പറഞ്ഞതാണ്. ഘടകകക്ഷി നേതാക്കന്മാരും അന്ന് കെ കരുണാകരനെതിരെ സംസാരിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ് പറയുന്നത് കെ കരുണാകരൻ അന്ന് മക്കളെ രാഷ്ട്രീയത്തിലിറക്കുന്നു, അന്ന് കെ കരുണാകരൻ രാഷ്ട്രീയത്തിലിറക്കിയ മകൻ കെ മുരളീധരൻ പിന്നീട് KPCC പ്രസിഡന്റായ കാലത്തെയും മികച്ച KPCC പ്രസിഡന്റ് എന്ന് അദ്ദേഹം മറ്റ് ഗ്രൂപ്പുകാരെ കൊണ്ട് പറയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ആ മകനെ രാഷ്ട്രീയത്തിലിറക്കി എന്നുള്ളതാണ് കരുണാകരനെതിരായ നേതൃമാറ്റത്തിനുള്ള കാരണങ്ങളിൽ ഒന്നായി അന്നത്തെ എതിർ ഗ്രൂപ്പുകാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ് പറയുന്നു അന്ന് കരുണാകരനെ ഈ കാരണത്താൽ എതിർത്ത പലരും പിൽക്കാലത്ത് സ്വന്തം മക്കളെ രാഷ്ട്രീയത്തിലിറക്കിയില്ലേ എന്ന്. ഞാൻ ചില ഘടകകക്ഷി നേതാക്കളുടെ പേര് പറഞ്ഞു. കോൺഗ്രസ്സുകാർ കരുണാകരനെ അക്കാര്യത്തിൽ എതിർത്ത കോൺഗ്രസ്സുകാരിൽ ആരുടെ മുഖമാണ് താങ്കൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്? അതായത് കോൺഗ്രസിനുള്ളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും മക്കളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കെ കരുണാകരനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഞാൻ KSUവിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ 70കളിൽ മുരളീധരൻ മാറിമാനസ് കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹിയാണ്. ഞാൻ അന്ന് അദ്ദേഹത്തെ കോളേജ് യൂണിയൻ ഭാരവാഹിയാക്കാൻ ശ്രമിച്ചപ്പോൾ കരുണാകരനും കല്യാണിക്കുട്ടി അമ്മയും കൂടി എതിർത്തു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞു. കരുണാകരനും അമ്മയും ഒരു കാരണവശാലും മുരളി രാഷ്ട്രീയത്തിൽ വരുന്നതിന് അനുകൂലിച്ചിരുന്നില്ല. അദ്ദേഹം കോഴിക്കോട് മത്സരിക്കാനിടയായ സാഹചര്യം കല്യാണം കഴിച്ചതിന് ശേഷം അന്ന് KGJD മരിച്ച സമയത്ത് ആ സ്ഥാനത്തേക്ക് മുരളിയുടെ പേര് അവിടെ നിന്നും ഉയർന്നു വന്നു. ശ്രീ കെ കരുണാകരൻ എന്നോടാണ് പറഞ്ഞത് മുരളി അവിടെയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. ഞാനാണ് ശ്രീ ആന്റണിയോട് ഈ കാര്യം ആദ്യം അവതരിപ്പിച്ചത്. ആദ്യം പറഞ്ഞു വന്നപ്പോൾ അവസാനം ഈ കെ കരുണാകരനേക്കാൾ മുൻകൈ എടുത്തത് ശ്രീ ആന്റണിയാണ്. എല്ലാവർക്കും അറിയാം, അന്ന് പാർലമെന്ററി ബോർഡിൽ കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് ആന്റണിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹം ആയത്. പിന്നീട് ആ സമയത്ത് അത് നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണയാണ് അങ്ങനെ. അതായത് മകൻ്റെ പേര് തനിക്ക് പറയാൻ പാടില്ല, താൻ തീരുമാനിക്കുന്ന സമയത്ത് പോയി. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ആവുന്ന കാര്യം പോലും ആന്റണിയോട് നേരിട്ട് പറയുന്നതിന് മുമ്പ് എന്നോടാണ് കരുണാകരൻ പറയുന്നത്. ഞാനാണ് ആന്റണി ധരിപ്പിക്കുന്നത്. അന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുരളിയുടെ കാര്യത്തിൽ സോണിയാഗാന്ധിയുമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതൊക്കെ അത്തരം ധാരാളം അണിയറ നാടകങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ചോദിച്ചപ്പോൾ പറഞ്ഞു വന്നത് മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് മാത്രം ഉള്ള പ്രശ്നമായിരുന്നില്ല. ഇവിടെ കരുണാകരൻ ഗ്രൂപ്പും ആന്റണി ഗ്രൂപ്പും തമ്മിലുള്ള തർക്കം നിന്നപ്പോൾ തന്നെ ഭാവി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു. മുരളീധരൻ ഒരു പ്രമാണിത്വം വന്നപ്പോഴത്തേക്കൊണ്ട് മുരളീധരനെ തകർക്കാൻ പിന്നീട് ശ്രമങ്ങൾ നടന്നു. കരുണാകരനെ സംബന്ധിച്ചോളം ആന്റണി മാത്രമല്ല, ദേശീയ നേതൃത്വം സോണിയാഗാന്ധിയും ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അകത്തളങ്ങളിൽ പോലും കയറി വരാൻ കഴിയുമായിരുന്ന കരുണാകരന് സോണിയാഗാന്ധിയുടെ വീട്ടിൻ്റെ മുമ്പിൽ കൊടും തണുപ്പിൽ ദിവസങ്ങളോളം കാത്തു നിന്നിട്ടും ഇന്റർവ്യൂ കിട്ടാത്ത അവസ്ഥയുണ്ടായി. അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാൻ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദുഃഖമയമായ അന്തരീക്ഷത്തിലാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ടുപോകേണ്ടി വന്നത്.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ കരുണാകരൻ്റെ മനസ്സിലുണ്ടായ വ്യതകൾ വളരെ കൂടുതലായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ട് പാർട്ടി വിടേണ്ടി വന്നു. പക്ഷേ ഒടുവിൽ ത്രിവർണ്ണ പതാക പുതച്ചു തന്നെ തനിക്ക് ചിതയിലേക്ക് പോകണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മടങ്ങി വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. തുടരുക. അവസാനമായി ശ്രീ ജേക്കബ് ജോർജ്, ഈ ഉമ്മൻചാണ്ടി വിരുദ്ധ കരുണാകരൻ അനുകൂല സ്മരണകളെല്ലാം തന്നെയും നേതൃമാറ്റത്തിന് പാകപ്പെടുന്ന വിധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഐ ഗ്രൂപ്പിന് കഴിയുമോ? ഇന്ന് കേരള കൗമുദിയിൽ ഉമ്മൻചാണ്ടിയുടെ അഭിമുഖമുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടും ഇതൊന്നും കൊണ്ടുണ്ടാകുന്നില്ല, ഇങ്ങനെ തന്നെയാണ് നാളെയും തുടരുക എന്ന്. നേതൃസ്ഥാനം ഒഴിയാൻ ഉമ്മൻചാണ്ടി തയ്യാറല്ല എന്ന് വരികൾക്കിടയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ആ കരുണാകരനെ ഒഴിവാക്കുന്നതിന് ആ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് സഹായിക്കുമായി ഗ്രൂപ്പിനെ? നികേഷ്, സിമ്പിളാണ്. കാരണം സാക്ഷാൽ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന കരുണാകരനുണ്ടല്ലോ, ആ കരുണാകരനെ താഴെ ഇറക്കിയ വളരെ കൃത്യമായ കണിശമായ നീക്കങ്ങളിലൂടെയും ചരടുവലികളിലൂടെയും താഴെ ഇറക്കിയ ആളാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ ഒരു അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ PM ജേക്കബിനെയും R ബാലകൃഷ്ണപിള്ളയും മന്ത്രിസഭയിൽ എടുത്തില്ല. R ബാലകൃഷ്ണപിള്ള അന്ന് NSSനൊക്കെ വലിയ ശക്തിയായിരുന്നു. PK നാരായണപ്പണിക്കർ, അതുപോലെ ജേക്കബിന്റെ യാക്കോബായി വിഭാഗം ശക്തമായ സമുദായമാണ്. ഈ സമുദായ നേതാക്കന്മാരൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ, സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് പോലും ഉമ്മൻചാണ്ടി കിട്ടില്ല. അങ്ങനത്തെ ഒരു പാരമ്പര്യം കൂടി ഉണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്ന് ഓർക്കണം. ആന്റണി പക്ഷം രാഷ്ട്രീയം നോക്കിയാൽ ആന്റണി പക്ഷം വളരെ ശക്തമാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ കൂടെയാണ്. ഇതാണ് രമേശ് ചെന്നിത്തലയുടെ വെല്ലുവിളി. രമേശ് ചെന്നിത്തല നേരിടുന്ന വെല്ലുവിളി, ഈ വെല്ലുവിളി നേരിടാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവസാനമായി ശ്രീമതി ലാലി വിൻസെന്റിനോട് കൂടി. ശ്രീമതി ലാലി വിൻസെന്റ്, കോൺഗ്രസിലെ നിയമസഭാ കക്ഷിയിൽ ഒരുപക്ഷെ 15 മുതൽ 20 വരെ അംഗങ്ങൾ നിങ്ങൾ തല എണ്ണലിൽ കണ്ടേക്കാം ഐ ഗ്രൂപ്പിനൊപ്പം. പക്ഷേ UDF രാഷ്ട്രീയത്തിൽ അതല്ല പ്രധാനം. PK കുഞ്ഞാലിക്കുട്ടിയൊപ്പം വേണം, മുസ്ലിം ലീഗ് ഒപ്പം വേണം. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ ഈ കരുണാകര സ്മൃതിയിലും ഉമ്മൻചാണ്ടി വിരുദ്ധ ക്യാമ്പയിനിലും ഒക്കെ കാര്യമുള്ളൂ. അല്ല, ഉമ്മൻചാണ്ടി വിരുദ്ധ ക്യാമ്പയിൻ ഐ ഗ്രൂപ്പിനുണ്ട് എന്ന് പറയരുത്. അങ്ങനെ ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാവരും ശ്രീ ഉമ്മൻചാണ്ടിയെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയമോ അദ്ദേഹത്തെ പുറന്തള്ളാനുള്ള തന്ത്രങ്ങളോ ഇതുവരെ കോൺഗ്രസ് പാർട്ടിയിലെ ആരെങ്കിലും യഥാർത്ഥമായി ആഹ്വാനം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു നടപടിക്ക് എനിക്കൊരിക്കലും ആവേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് സ്പർദ്ധയൊന്നും ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലില്ല. ഉള്ളത് അധികാരത്തിൻ്റെ നടപടികൾ പരിപാലിക്കുന്ന കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യത്തിൽ നയരൂപീകരണമോ എങ്ങനെ മെച്ചപ്പെടുത്താം, അതിന് എവിടെയെല്ലാമാണ് വെട്ടലും കിഴിക്കലും വേണ്ടത് എന്നുള്ള ചിന്തകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശ്രീമതി ലാലി വിൻസെന്റ്? ലീഗ് ഇപ്പോൾ UDFന്റെ ഭാഗമല്ലേ. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ MLA-മാരും മന്ത്രിമാരും UDFന്റെ ഭാഗമല്ലേ. ഐക്ക് വേണ്ടി കുറേ മന്ത്രിമാർ, കുറേ MLA-മാർ, എക്ക് വേണ്ടി കുറേ മന്ത്രിമാർ, MLA-മാർ എന്നുള്ള രീതിയിൽ ആലോചന ഉണ്ടാകുന്നത് പോലും അനാരോഗ്യകരമായിട്ടാണ് പാർട്ടി വീക്ഷിക്കുന്നത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, അക്കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തത നൽകാനാകുമോ? ലീഗ് ആർക്കൊപ്പം നിൽക്കും? ഒരു ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഷോഡൗൺ ഉണ്ടാവുകയാണെങ്കിൽ 91 മുതൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഇരുമയ്യാണെങ്കിലും ഒറ്റ കരളാണ്. ഇതുവരെയും അവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി നിൽക്കുമെന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിലുള്ള തർക്കം നാളത്തെ ആര് മുഖ്യമന്ത്രി എന്നുള്ളതല്ല, നാളെ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതാണ് തർക്കം. ആ തർക്കം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്തായിരുന്നാലും ഉമ്മൻചാണ്ടിയെ ഒരിക്കലും ഹൈക്കമാൻഡ് സ്വീകരിക്കില്ല. കാരണം വിഴിഞ്ഞം പ്രശ്നത്തിൽ ഗൗതം അദാനിയുമായിട്ടുള്ള ഉമ്മൻചാണ്ടി രഹസ്യധാനിയിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കണിശമായ എതിർപ്പുണ്ട്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആര് പ്രതിപക്ഷ നേതാവ് എന്ന് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഏതായാലും അവിടെ നേതൃസ്ഥാനത്തേക്ക് ഉണ്ടാവുകയില്ല എന്ന് തറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. വളരെ നന്ദി ശ്രീ ചെറിയാൻ ഫിലിപ്പ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, ലാലി വിൻസെന്റ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ജേക്കബ് ജോർജ് 8 സഫറിൽ പങ്കെടുത്തത്.